അടുത്തത് ഹനുമാന് തത്വോപദേശം ചെയ്യുന്ന ഭാഗമാണ് വായിക്കുന്നത്. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധിമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിയിടാനുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം. തൽസ്വരൂപത്തിലുണ്ടോ ജനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയ കാലം. ക്രൂരതയാടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായ ഒരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതാളവ് എനിക്ക് അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു. മുപ്പുരവൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൊക്കു തടുത്തോരു പാർവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വമ്പോട് അയോധ്യയും പൊക്കു. 12 സംവത്സരമിരുന്ന് ദുഃഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാനതു മാതാവ് കൈകേകിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടുകൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം. താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാതനെ കണ്ടിച്ചുകുമ്പോൾ ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ കുക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം. പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ, മായയാപന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ. മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം. തത്ര കണ്ടിത് നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിക്കൂതെന്നന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യ വൃത്യാദികളോടും കൂടി
യുദ്ധസന്നദ്ധനായ ശത്രുവാം ദിശാസ്യനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകന്തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോട് മനപാതം കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടുന്നാൻ ജഗന്നാഥൻ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗതഭിരാമൻ അവ്യയനേകൻ ആനന്ദാത്മകനാത്മാ രാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്ദൽ ശൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. എനിക്കെന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാഥനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നത് ജീവാത്മാവറിയടോ. തേജോരൂപിണിയാവുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു ബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുന്നില്ല സംശയം ഏതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകീർത്തങ്ങൾ തോറും സ്വഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമോപദേശമില്ലിതിന്മീതയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപകരം കൃത്യം ആനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം. മൽഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആദിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോകുമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. യാതി നിന്ദിതൻ പരസ്ത്രീ ധനകാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്ഥേയി ദുഷ്ടൻ. ലോക നിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യ രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായൊരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തത് ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിതേ.
പന്നകവിഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സുസ്ഥരായി വന്നേനല്ലോ. സന്നമായതു ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ. സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം തന്മുഖോൾ കളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലല്ലോ. നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കിംകൃടന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളു എന്നരുൾ ചെയ്തു. വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണം എന്ന പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസം, മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ